നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്രക്കട്ടുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം മംഗൾയാൻ ഏതിലേക്കുള്ള ഒരു ദൗത്യമായിരുന്നു. മംഗൾയാൻ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു വിജയ ദൗത്യമായിരുന്നു അല്ലേ, ചൊവ്വയിലേക്ക് പോയ ദൗത്യമാണ്. അപ്പോൾ നമ്മുടെ ISRO മംഗൾയാൻ 2 വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം 2025-26 കാലഘട്ടങ്ങളിൽ മംഗൾയാൻ 2 ബേസ് മോഡൽസ് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ISRO ശ്രമിക്കുന്നത്. അപ്പോൾ ചൊവ്വാഗ്രഹത്തിൽ ലാൻഡിംഗ് എന്ന ചരിത്ര ദൗത്യം നമുക്കറിയാം. ചൊവ്വാഗ്രഹത്തിൽ പൂർണ്ണമായിട്ടുള്ള ലാൻഡിംഗ് നമുക്ക് ഫസ്റ്റ് മംഗൾയാനിൽ നടത്തിയിട്ടില്ലായിരുന്നു അല്ലേ. ചൊവ്വാഗ്രഹത്തിൽ ലാൻഡിംഗ് എന്ന ചരിത്ര ദൗത്യത്തിന് തയ്യാറാകുന്ന മംഗൾയാൻ 2 ആണ്. ഓക്കെ, മംഗൾയാൻ 2 പറ്റിയാണ് ISRO ഇപ്പോൾ ഇൻഫോർമേഷൻസ് പുറത്തുവിട്ടത്. ചൊവ്വയുടെ പ്രതലത്തിൽ പര്യവേക്ഷണത്തിനായിട്ട് റോവർ, അതായത് ചൊവ്വയുടെ പ്രതലത്തിൽ ഇറങ്ങിയിട്ട്, നമുക്കറിയാം റോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ ISRO ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് റോവർ? അവിടെ ഇറങ്ങിയിട്ട് ഒരു ചെറിയൊരു റോബോട്ട് പോലെ അവിടെ തന്നെ ഇറങ്ങി എല്ലാ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ അവിടെയുള്ള സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് റോവറാണ്. ഓക്കെ, അപ്പോൾ റോവർ അന്തരീക്ഷത്തിൽ 100 മീറ്റർ ഉയരത്തിൽ പറന്നുകൊണ്ട് നിരീക്ഷണം നടത്തുന്ന ഹെലികോപ്റ്റർ എന്നിവയാണ് ഇതുണ്ടാവുക. അപ്പോൾ USA അല്ലെങ്കിൽ നാസയുടെ ഒരു ഹെലികോപ്റ്റർ പറന്നതിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഇൻജെനുവിറ്റി എന്ന് പറഞ്ഞൊരു ഹെലികോപ്റ്റർ അവിടെ പറന്നതിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ചൊവ്വയുടെ പ്രതലത്തിൽ പര്യവേക്ഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റോവർ, അതായത് അവിടെ ഇറങ്ങി സാമ്പിൾസ് കളക്ട് ചെയ്യാനും അവിടെയുള്ള പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റോവർ ഉണ്ടാവും. അതുപോലെ തന്നെ 100 മീറ്റർ ഉയരത്തിൽ പറന്ന് അവിടുത്തെ അന്തരീക്ഷ ഘടനയും മറ്റു കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ. ഇതെല്ലാം നമ്മുടെ മംഗൾയാൻ 2 ഉണ്ട്. ഓക്കെ, ഏതാണ് റോക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? LVM Mark 3 റോക്കറ്റ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന റോക്കറ്റ് ഏതാണ്? LVM Mark 3. ഇത് ഏതാണ്? നമ്മുടെ GSLV തന്നെയാണ് കേട്ടോ. GSLV തന്നെയാണ്. അതിന് പുതിയ പേരിട്ടതായിരുന്നു. ഇതിനെപ്പറ്റിയും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഏതാണ്? LVM Mark 3 റോക്കറ്റാണ്. അതുപോലെ ISROയുടെ LVM Mark 3 റോക്കറ്റ്, ഈ ദൗത്യത്തിൽ ഉൾപ്പെട്ട ആ പേടകത്തെയും റോവേഴ്സിനെ എല്ലാം വഹിച്ചുകൊണ്ട് പോകുന്ന റോക്കറ്റ് ഏതാണ്? LVM Mark 3. GSLV Mark 3യുടെ പേര് മാറ്റിയതാണ് കേട്ടോ, LVM Mark 3. ഇത് മാറിപ്പോകരുത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ മാറ്റിയും തിരിച്ചും നമുക്ക് PSCക്ക് ചോദിക്കാം. അപ്പോൾ ISROയുടെ LVM Mark 3 റോക്കറ്റാണ് ഈ ഒരു ദൗത്യത്തിൽ ഉൾപ്പെട്ട പേടകത്തെയും ബാക്കിയുള്ള നിരീക്ഷണ ഉപകരണങ്ങളെയും ആ ഒരു ഹെലികോപ്റ്ററിനെ എല്ലാം വഹിച്ചുകൊണ്ട് നമ്മുടെ ബഹിരാകാശത്തേക്ക് പറക്കുക. ഈ ഒരു ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കിയാൽ നമ്മുടെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ചൊവ്വയിൽ വിജയകരമായി ലാൻഡിംഗ് നടത്തുന്ന 3ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും. എന്താണ്? ഈ ഒരു ദൗത്യം വിജയമായതിനു മുമ്പ് നമ്മുടെ ചൊവ്വയിൽ ലാൻഡ് ചെയ്ത് പര്യവേക്ഷണം നടത്തിയ 2 രാജ്യങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാണത്? റഷ്യ പോലുമില്ല, റഷ്യൻ സ്പേസ് ഏജൻസി പോലുമില്ല. ഒന്നാമത്തത് അമേരിക്ക, രണ്ടാമത്തത് ചൈന. ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഈ ഒരു ദൗത്യം പൂർത്തിയാക്കുന്ന 3ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും. അപ്പോൾ റോക്കറ്റ് മറക്കണ്ട, LVM Mark 3 റോക്കറ്റാണ് ഈ ഒരു ദൗത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നയതന്ത്രജ്ഞ അല്ലെങ്കിൽ അംബാസഡർ എന്നൊക്കെ പറയാം അല്ലേ, നയതന്ത്രജ്ഞ. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധി ആരാണ്? വിക്ടോറിയ ഷീ. ഓക്കെ, വിക്ടോറിയ ഷീ. എന്താണ് നയതന്ത്ര പ്രതിനിധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അംബാസഡറാണ് അല്ലേ. നമ്മൾ ഇന്ത്യ ആണെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്ക് അംബാസഡേഴ്സിനെ അയക്കാറുണ്ട് ഇല്ലേ. അപ്പോൾ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന ആൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ യുക്രൈനിലെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവാണ്. യുക്രൈൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവായിട്ടാണ് ഈ ഒരു പ്രതിനിധി പ്രവർത്തിക്കാൻ പോകുന്നത്. പേരെന്താണ്? വിക്ടോറിയ ഷീ. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയാണ് ആര്? വിക്ടോറിയ ഷീ. യുക്രൈൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ആ ഒരു വക്താവായിട്ടാണ് ഈ ഒരു വിക്ടോറിയ ഷീ പ്രവർത്തിക്കുക. വിജയം എന്നർത്ഥം വരുന്ന, എന്താണ് വിക്ടോറിയ അല്ലെങ്കിൽ വിക്ടോറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. വിക്ടറി എന്താണ്? വിജയമാണ്. വിക്ടോറിയ എന്ന ആ ഒരു വിജയം എന്നർത്ഥം വരുന്ന വിക്ടോറിയ പദത്തിൽ നിന്നും അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധി എന്നർത്ഥം വരുന്ന യുക്രൈന് പദമായ ഷുട്ചിനി. ഓക്കെ, എന്താണ് യുക്രൈൻ പദമായ ഷുട്ചിനി ഇൻ്റലക്റ്റ് വാക്കിൽ നിന്നുമാണ് വിക്ടോറിയ ഷീ എന്ന പേര്
ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോൾ വിജയം എന്നർത്ഥം വരുന്ന വിക്ടോറിയ പദത്തിൽ നിന്നും നിർമ്മിത ബുദ്ധി എന്നർത്ഥം വരുന്ന യുക്രൈൻ പദമായിട്ടുള്ള ഷുട്ചുനി, അതാണ് വിക്ടോറിയ ഷീ. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ നയതന്ത്രജ്ഞ ആരാണ്? വിക്ടോറിയ ഷീ ആണ്. യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ആ ഒരു വക്താവായിട്ടാണ് ഈ ഒരു പ്രതിനിധി പ്രവർത്തിക്കുന്നത്. ഓക്കെ, അടുത്തത് റൊസാലി നോംബ്രെ എന്ന യഥാർത്ഥ വ്യക്തിയിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് വിക്ടോറിയ ഷീയെ നിർമ്മിച്ചിരിക്കുന്നത്. ആരോടുള്ള പ്രചോദനമാണ് ഉൾക്കൊള്ളത്? റൊസാലി നോംബ്രെ, അവിടുത്തെ തന്നെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു നയതന്ത്രജ്ഞയായിരുന്നു. അദ്ദേഹമാണ് റൊസാലി നോംബ്രെ. അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ വിക്ടോറിയ ഷീയെ നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കൻ നോബൽ ഇന്ത്യയിലേക്ക്. ഓക്കെ, എന്താണ് കിഴക്കൻ നോബൽ എന്ന് പറയുന്നത്? കിഴക്കൻ്റെ നോബൽ എന്നറിയപ്പെടുന്നത് ഷാ പ്രൈസ് ആണ്. എന്താണ് കിഴക്കിൻ്റെ നോബൽ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഏതാണ്? ഷാ പ്രൈസ് ആണ്. അത് ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞനായ ശ്രീ നിവാസ് ആർ കുൽക്കർണി. ആർക്കാണ്? ശ്രീ നിവാസ് ആർ കുൽക്കർണിക്കാണ് കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ ജീവവൈദ്യശാസ്ത്ര രംഗങ്ങളിൽ സ്വീഡനിലെ തെയ്നും സ്റ്റുവാർട്ട് ഓർക്കനും പുരസ്കാരം പങ്കുവച്ചു. ഗണിതശാസ്ത്ര പുരസ്കാരത്തിന് പീറ്റർ സെർനാക്ക്. ഓക്കെ, ഗണിതശാസ്ത്ര പുരസ്കാരത്തിന് ആരാണ്? പീറ്റർ സെർനാക്ക് അർഹനായി. $12 ലക്ഷം, ഏകദേശം 9.99 കോടി രൂപയാണ് സമ്മാനത്തുക. ഓക്കെ, അതേപോലെ തന്നെ മില്ലി സെക്കൻഡ്, പൾസർ, സൂപ്പർനോവ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ ആര് നടത്തിയിട്ടുണ്ട്? നമ്മുടെ ശ്രീ നിവാസ് ആർ കുൽക്കർണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞനായ ശ്രീ നിവാസ് ആർ കുൽക്കർണിക്ക്. ജീവവൈദ്യശാസ്ത്ര രംഗങ്ങളിൽ ലഭിച്ചത് തെയ്നും സ്റ്റുവാർട്ട് ഓർക്കനും പുരസ്കാരം പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. ഗണിതശാസ്ത്രത്തിൽ പീറ്റർ സെർനാക്ക്, സാർമാർക്കല്ലേ കുറച്ച് ഗണിതത്തിനൊക്കെ നല്ല ഇതുണ്ടാവുക, അത് ഓർത്താൽ മതി. പീറ്റർ സെർനാക്കിന് അർഹനായി. $12 ലക്ഷം അഥവാ 9.99 കോടി രൂപയാണ് സമ്മാനത്തുക. ഇദ്ദേഹം കണ്ടുപിടിച്ച എന്തൊക്കെയാണ്? മില്ലി സെക്കൻഡ്, പൾസർ, സൂപ്പർനോവ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ. ഇനി ആദ്യത്തെ ഇന്ത്യൻ സ്പേസ് ടൂറിസ്റ്റ്, ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വിനോദസഞ്ചാരി എന്ന ബഹുമതിക്ക് അർഹനായത് ആരാണ്? ഗോപീചന്ദ് തോട്ടക്കുര. ഗോപീചന്ദ് തോട്ടക്കുരയാണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി എന്ന ബഹുമതിക്ക് അർഹനായത്. അദ്ദേഹം ആരാണ്? ആന്ധ്രാപ്രദേശ് വിജയവാഡ സ്വദേശിയാണ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശ് വിജയവാഡ സ്വദേശിയാണ് ഗോപീചന്ദ്. നമ്മുടെ ഏതാണ്? ആമസോണിൻ്റെ മേധാവി അല്ലേ, ജെഫ് ബെസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ. ജെഫ് ബെസോസിൻ്റെ സ്പേസ് ടെക്നോളജി കമ്പനിയാണ് അല്ലേ, സ്പേസ് ബേസ്ഡ് ടെക്നോളജി കമ്പനിയാണ് ഏത്? ബ്ലൂ ഒറിജിൻ. ഓക്കെ, ബ്ലൂ ഒറിജിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുണ്ട്. ആ ബ്ലൂ ഒറിജിൻ മെയ് 19 നടത്തിയ 7ാം ദൗത്യം, 2024 മെയ് 19 നടത്തിയ 7ാം ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം യാത്ര നടത്തിയത്. അപ്പം ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരിയാണ്. ഓക്കെ, ഇന്ത്യൻ വിനോദസഞ്ചാരി എന്ന ബഹുമതിക്ക് അർഹനായത് ആരാണ്? ഗോപീചന്ദ് തോട്ടക്കുരയാണ്. ആന്ധ്രാപ്രദേശ് വിജയവാഡ സ്വദേശിയാണ്. ഈ ആമസോൺ അല്ലെങ്കിൽ ആമസോണിൻ്റെ മേധാവിയായിരുന്ന നമ്മുടെ ജെഫ് ബെസോസിൻ്റെ സ്പേസ് കമ്പനിയായ ബ്ലൂ ഒറിജിൻ ആ ഒരു മെയ് 19 നടത്തിയ 7ാമത്തെ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ബഹിരാകാശത്ത് എത്തിയത്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ പൗരൻ എന്ന നേട്ടവും. ഓക്കെ, നമുക്കറിയാം ഇന്ത്യൻ പൗരൻ ആരായിരുന്നു? ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ നമ്മുടെ സോയുസ് ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അല്ലേ നമ്മുടെ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയത്. അദ്ദേഹത്തിന് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ബഹുമതിയും ആര് നേടി? ഗോപീചന്ദ് തോട്ടക്കുര നേടി. ബ്ലൂ ഒറിജിൻ്റെ ന്യൂ ഷെഫേർഡ് പേടകത്തിലാണ് പൈലറ്റ് കൂടിയായ ഗോപീചന്ദ് ഉൾപ്പെടുന്ന 5 അംഗ സംഘം സഞ്ചരിച്ചത്. ഓക്കെ, അപ്പോൾ ബ്ലൂ ഒറിജിൻ്റെ ഏതൊരു റോക്കറ്റിലാണ് അല്ലെങ്കിൽ ഏതൊരു പേടകത്തിലാണ്? ബ്ലൂ ഒറിജിൻ്റെ ന്യൂ ഷെഫേർഡ്. ഓക്കെ, ന്യൂ ഷെഫേർഡ് എന്ന പേടകത്തിലാണ് നമ്മുടെ പൈലറ്റ് കൂടിയായ ഗോപീചന്ദ് അടങ്ങുന്ന 5 അംഗ സംഘം സഞ്ചരിച്ചത്. ഓക്കെ, അടുത്തത് നേട്ടത്തിൻ്റെ കൊടുമുടി കയറി ജ്യോതി രാത്രി. എന്താണ്? ഏത് നേട്ടമാണ്? കൊടുമുടി കയറുന്നത് നമ്മുടെ എവറസ്റ്റ് ആണ് അല്ലേ, ജ്യോതി രാത്രി. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത. ഓക്കെ,
എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത എന്ന നേട്ടം ആരാണ് സ്വന്തമാക്കിയത്? ജ്യോതി രാത്രെ. ഓക്കെ, ഏറ്റവും പ്രായം കൂടിയ ആള് ആണ് കയറിയിട്ട് നമ്മുടെ എവറസ്റ്റിൻ്റെ മുകളിൽ ഒരു ജ്യോതി തെളിയിച്ചെന്ന് ഓർത്താൽ മതി. ജ്യോതിയെ കണ്ടെന്ന് ചോദിക്കും അല്ലേ. അപ്പം ജ്യോതി രാത്രെ സ്വന്തമാക്കി. എന്താണ്, ഏത് നേട്ടമാണ്? ഇന്ത്യൻ കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത. ഓക്കെ, ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത എന്ന നേട്ടമാണ് ജ്യോതി രാത്രെ. അവരുടെ പ്രായം എത്രയാണ്? 55 വയസ്സ്. ഓക്കെ, 55 വയസ്സിലാണ് അവർ ഈ നേട്ടം കൈവരിച്ചത്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നുള്ള ഒരു സംരംഭകയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമൺ ആണ് ആര്? ജ്യോതി രാത്രെ. ഇവർ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒരു കൊടുമുടി കീഴടക്കി എന്നുള്ളൊരു നേട്ടമാണ് 55-ാം വയസ്സിൽ കൊണ്ടുവന്നത്. 2018 53-കാരിയായ സംഗീത് ബാൽ സൃഷ്ടിച്ച റെക്കോർഡാണ് രാത്രി തിരുത്തിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഗീത് ബാലായിരുന്നു ഇതുവരെ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത എന്നുള്ളൊരു നേട്ടം കൊണ്ടുവന്നത്. ആരായിരുന്നു? സംഗീത് ബാലായിരുന്നു. ഓക്കെ, അടുത്തത് ബൊളീവിയൻ പർവ്വതാരോഹകനായ ഡേവിഡ് ഹ്യൂഗോ കിസ്പിയുടെ നേതൃത്വത്തിലുള്ള 15 അംഗ സംഘത്തിൻ്റെ ഭാഗമായിട്ട് മെയ് 19-നാണ് ജ്യോതി രാത്രെ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. അപ്പോൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ആരാണ്? ജ്യോതി രാത്രയാണ്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നുള്ള സംരംഭകയാണ് ജ്യോതി. 55 വയസ്സുണ്ട്. ഇതിനു മുമ്പ് ഈ നേട്ടം ആരുടെ നേട്ടത്തെയാണ് കവച്ചു വെച്ചത്? 53-ാമത്തെ വയസ്സിൽ കൊടുമുടി കീഴടക്കിയ സംഗീത് ബാലിൻ്റെ നേട്ടത്തെ, അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡാണ് ജ്യോതി രാത്രെ മറികടന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പത്രക്കട്ടിങ്ങളുടെ ന്യൂസാണ് നോക്കിയത്. മറ്റൊരു പത്രക്കട്ടിങ്ങളുടെ ന്യൂസും അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ന്യൂസസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.